الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. وأصحاب اليمين ما أصحاب اليمين، في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة. إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഖിയാമത്ത് നാളിൽ മനുഷ്യർ അവർ ചെയ്ത നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ 3 തരക്കാരായി തരംതിരിയുമെന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കി. വിശിഷ്യ അതിൽ സാബിഖീങ്ങൾ, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന വിഭാഗവും അവരുടെ പ്രത്യേകതകളും അവർക്ക് ലഭിക്കാനിരിക്കുന്നതും എന്തൊക്കെയാണ് അള്ളാഹു പറഞ്ഞത് എന്നും നമ്മൾ മനസ്സിലാക്കി. അതിൽ സാബിഖീങ്ങൾ അഥവാ മുൻകടന്നവർ കഴിഞ്ഞാൽ അടുത്ത പദവിയുള്ളത് മുഫസ്സിരിങ്ങൾ തൊബഖ എന്ന് പറഞ്ഞു. അടുത്ത തൊബഖയിലുള്ളവർ വലതുപക്ഷക്കാരാണ്, അഥവാ അസ്ഹാബുൽ മൈമന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് വാഖിഅ 56-ാം അധ്യായത്തിന്റെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന. അപ്പോൾ ഒരു വിഭാഗം വലതുപക്ഷക്കാരാണ്. എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ? വീണ്ടും അല്ലാഹു പറയാണ്, വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ. മറ്റൊരു വിഭാഗം ഇടതുപക്ഷക്കാരാണ്. എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് നൽകുന്ന ഒരു തഫ്സീറുണ്ട്. അതിപ്രകാരമാണ്: لما ذكر تعالى مآل السابقين وهم المقربون عطف عليهم بذكر أصحاب اليمين وهم الأبرار كما قال ميمون بن مهران أصحاب اليمين منزلة دون المقربين. الله أكبر. സ്വർഗത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന സാബിഖീങ്ങൾ, മുൻകടന്നവരെ കുറിച്ച്, അവരാണ് സാബിഖീങ്ങൾ, സാമീപ്യം ലഭിച്ചവർ. അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അവർക്ക് ശേഷം അള്ളാഹു തആല വലതുപക്ഷക്കാരെ കുറിച്ചും പറഞ്ഞു. അവരാണ് ആര്? പുണ്യവാന്മാർ എന്ന് അള്ളാഹു ചേർത്ത് പറഞ്ഞതിന്റെ പുറകെ മഹാനായ മൈമൂൻ ബിൻ മെഹ്റാൻ അദ്ദേഹം പറയാണ്, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആദ്യം സാബിഖീങ്ങളാണ്, അതിനോട് ചേർന്ന് ആര് വരുന്നു? വലതുപക്ഷക്കാർ വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, അൽ മുഖറബീൻ അസ്ഹാബുൽ യമീനി മൻസിലത്തുൻ ദൂനൽ മുഖറബീന. അതായത് സാമീപ്യം ലഭിച്ചവർ, ഒന്നാമത്തെ വിഭാഗമായ മുൻകടന്നവർ, ഇവർക്ക് താഴെയാണ്, രണ്ടാമത്തെ തബഖയിലാണ് വലതുപക്ഷക്കാരുടെ പദവി. അല്ലാഹു അക്ബർ കബീറ. അപ്പൊ ശരിക്കും ഏറ്റവും സ്വർഗത്തിലെ മുമ്പന്മാർ സാബിഖീങ്ങളാണ്. തൊട്ട് താഴെയുള്ളത് അസ്ഹാബുൽ മൈമനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലാകാന്നുള്ളതാ പ്രധാനം. നമ്മളൊക്കെ നല്ല വോട്ട് ചെയ്ത ആൾക്കാരാണ്.
എല്ലാവരുടെ കയ്യിലുണ്ടാവും വിരലടയാണ്. എന്തിലാകണം, എവിടെ ആകണം, ദുനിയാവിൽ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. ശരിക്ക് എന്തിൽ പെടണം, എവിടെ നിൽക്കണം എന്നത് ആലോചിക്കേണ്ടതും എവിടെ നിൽക്കണം, ഉറച്ചു നിൽക്കേണ്ടത് എവിടെ, നിലപാടെന്ത് എന്ന് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. ഏതിൽ, സാബിഖീങ്ങളിൽ പെടണോ, മൈമനയിൽ പെടണോ, അതല്ല നരകത്തിന്റെ അഹലുകാര മശ്അമയിൽ പെടണോ, അവിടെയാണ് നമുക്ക് ശരിക്ക് ഈ കുത്തിയതിനേക്കാളും ആശങ്ക വേണ്ടത് അവിടെയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലതുപക്ഷം അഥവാ അസ്ഹാബുൽ മൈമന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ സ്വഭാവങ്ങൾ ഒരുപാട് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രം. എന്താണ് അവരുടെ പ്രത്യേകത? ഈമാൻ, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവർ ചെയ്യുന്നൊരു പ്രവൃത്തി അടിമകളെ മോചിപ്പിക്കുന്നു എന്നതാണ്. അതുപോലെ അനാഥകൾക്കും സാധുക്കൾക്കും മിസ്കീനുമാർക്കും ഭക്ഷണം നൽകുന്നു എന്നതാണ്. അതുപോലെ തന്നെ പരസ്പരം കണ്ടുമുട്ടുന്നിടത്തെല്ലാം ക്ഷമയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുന്നു എന്ന് ഉള്ള ഒരുപാട് നന്മകൾ അനുഷ്ഠിക്കുന്നവരാണ് ആര്? വലതുപക്ഷക്കാരെന്ന് ആര് പറയാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. എവിടെ? വിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായം സൂറത്തു അൽ ബലദിന്റെ 11 മുതൽ 18 വരെയുള്ള ആയത്ത് നമ്മൾ ഓതിയാൽ തന്നെ മനസ്സിലാവും. എന്തായെന്നറിയോ? എന്നിട്ട് ആ മലമ്പാതയിൽ അവർ തള്ളിക്കടന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ്. ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ നബിയെ? എന്നിട്ട് അള്ളാഹു ഓരോന്നും ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം. എന്തൊക്കെയാ? أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. അല്ലാഹു അക്ബർ. എന്താണ് റബ്ബുൽ ഇസ്സത്ത് അസ്ഹാബുൽ മൈമനെ കുറിച്ച് പറയുന്നത്? ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പട്ടിണിയുള്ള ദാനിൽ ഭക്ഷണം കൊടുക്കുക. അയാൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ. എന്നിട്ട് പോലും അയാൾ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് അയാൾ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ കുടുംബ ബന്ധമുള്ള അനാഥക്ക്, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള മിസ്കീന്, സാധുവിന് അയാൾ എന്ത് ചെയ്യും? ഭക്ഷണം നൽകുന്ന. പിന്നെയോ വിശ്വസിച്ചവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. അപ്പൊ ഈമാനുണ്ട്, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, കൂടെ ജീവകാരുണ്യ പ്രവർത്തനവുമുണ്ട്. ഒന്ന് മാറ്റിവെച്ചിട്ട് മറ്റേ തീർക്കല്ല. ചില ആൾക്കാർ വിചാരിച്ചെന്താ വെച്ചാല് ജീവകാരുണ്യം എന്ന ഒരു പാലമിട്ടിട്ട് ആളുകളിലേക്ക് ചെല്ലുന്ന. അങ്ങനെയല്ല. അടിസ്ഥാനം ഈമാനാണ്. ഈമാനുണ്ട്, കൂടെ എന്തുണ്ട്? കൂടെ ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്. എല്ലാം കൂടി വേണം. ഓരോന്നിനും ഒരേ ദർജകളുണ്ട്. ആ ദർജകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ വിശേഷം. മാത്രമല്ല ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ, അതുപോലെ കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിലാവുക. ഉലൈക അസ്ഹാബുൽ മൈമന. അങ്ങനെ ചെയ്യുന്നവരത്ര വലതുപക്ഷക്കാർ. ഇതിൽ അടിമമോചനം എന്നൊരു സംഗതി മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കാലഘട്ടത്തിലും നമുക്കുള്ള വിഷയം. അതിനതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈമാൻ എല്ലാ കാലഘട്ടത്തിലും വേണ്ടതാണ്. സാധു സഹായം എല്ലാ കാലഘട്ടത്തിലും വേണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞത് കുടുംബ ബന്ധമുള്ള അനാഥ, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ഒരഗതി വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പലതും പലർക്കും നൽകുന്നവരാണ്. അൽഹംദുലില്ലാഹ്, നല്ലതാണത്. പക്ഷേ നൽകുന്നിടത്ത് പരിഗണിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം അടുത്തു നിന്ന് പരിഗണിക്കുക എന്നുള്ളത്. അതായത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കുടുംബ ബന്ധമുള്ളവർക്ക് ആദ്യം നൽകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. എന്താ മെച്ചം? പുറത്തുള്ള ഒരാൾക്ക് കൊടുത്ത സ്വതക്കന്റെ കൂലി മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ അവനെന്റെ എളാപ്പ, മൂത്താപ്പ, അമ്മായി, അല്ലെങ്കിൽ അമ്മോശൻ, അല്ലെങ്കിൽ കെട്ടിച്ചുപോയ പെങ്ങള്, അളിയൻ, ആരാണോ പ്രയാസത്തിനുള്ളത് അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ രണ്ടുണ്ട് പ്രതിഫലം. സ്വതഖത്തുൻ വസിലത്തുൻ, രണ്ടുണ്ട് പ്രതിഫലം. നമ്മൾ പലപ്പോഴും എങ്ങനെ കൊടുക്കുന്നിടത്ത് ഏതെങ്കിലും ദുനിയാവിന്റെ അറ്റത്തുള്ളതൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയാം, അവിടെയൊക്കെ ഇങ്ങനെ സെൻഡാക്കും. എന്നാൽ മൂക്കിന്റെ തുമ്പത്ത് അവനവന്റെ അമ്മായി ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്, നമ്മളാരും അറിയില്ല, നമ്മളാരും ശ്രദ്ധിക്കൂല, നമ്മളാരും അന്വേഷിക്കൂല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്കറിയാൻ. ആര്? അടുത്ത കുടുംബമുള്ള. അങ്ങനെയല്ല പ്രിയമുള്ളവരെ വേണ്ടത്. ഈ ആയത്തൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ ഇമാമിങ്ങൾ വിശദീകരിക്കേണ്ടത്, അതിലേക്ക് പോവല്ല. വലതുപക്ഷക്കാർ
ആ വലതുപക്ഷക്കാരുടെ സ്വഭാവങ്ങളാണത്. അവരെ സംബന്ധിച്ച് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് അവര് പൂർവികരിൽ നിന്ന് ഒരു വിഭാഗവും അതുപോലെ ആധുനികർ പിൽക്കാലക്കാരിൽ നിന്നൊരു വിഭാഗവും. അതാണ് സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. സൂറത്ത് വാഖിയയുടെ 39-40 ആയത്ത്. പൂർവികരിൽ നിന്നൊരു വിഭാഗവും പിൻഗാമികളിൽ നിന്നൊരു വിഭാഗവുമായിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ നബി വരെയുള്ള സമുദായത്തിൽ നിന്നൊരു വിഭാഗം, അവിടുന്ന് ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽപ്പെട്ടൊരു വിഭാഗം. ഈ രണ്ടു കൂട്ടരും എവിടെ ഉണ്ടാവും? അസ്ഹാബുൽ മൈമനിൽ പെടും. എപ്രകാരം? വസ്സാബിഖൂനിൽ ഉൾപ്പെടുന്നത് പോലെ തന്നെ. വല്ലാഹു തആല അഅലം. ശരി, പ്രിയമുള്ളവരെ, ഈ സൗഭാഗ്യത്തിന്റെ ആളുകളായ അഹ്ലു സആദ, വലതുപക്ഷക്കാർ, ആ വലതുപക്ഷക്കാർക്ക് ദുനിയാവിലെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നാളെ ആഖിറത്തിൽ, വിശിഷ്യ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ വിശാലമായി പറയുന്നതിന്റെ കൂടെ അള്ളാഹു പറയുന്നത് ഇതൊക്കെ ആർക്കുള്ളതാണ്? ഇതൊക്കെ വലതുപക്ഷക്കാർക്കുള്ളതാണ്. ശരിക്കും നിങ്ങൾ ആലോചിക്കും, അള്ളാഹുവും, ശരിക്കും ശ്രദ്ധിക്കാട്ടോ, അള്ളാഹുവും അവന്റെ റസൂലും വഹീൽ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തല്ലേ ശരിക്കും വിജയുള്ളത്. ശരിക്കും നമ്മളെ ചിന്തയിൽ ഇങ്ങനെ നല്ലതല്ലേ, അത് നല്ലതല്ലേ എന്ന് തോന്നിയിട്ട് ഏതെങ്കിലും നന്മ എന്ന് വിചാരിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കലല്ലേ ശരിക്കും മഅറൂഫ് മുൻകർ എന്ന് പറഞ്ഞാൽ അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞാണ് മഅറൂഫായ കാര്യം മുൻകറായ കാര്യം. ഇത് അഖീദന്റെ അടിസ്ഥാനമാണ്, അടിസ്ഥാന വിഷയമാണ്, നമ്മളെ ഉസൂലിൽപ്പെട്ടതാണ്. അപ്പൊ ശരിക്ക് അള്ളാഹു സ്വർഗത്തിലേക്ക് എത്താൻ കാരണക്കാരായ ഒരു വിഭാഗത്തെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സ്വർഗത്തിലേക്ക് എത്താൻ കാരണക്കാരായ ആ വിഭാഗത്തിന്റെ വസഫുകൾ എന്താണ്, വിശേഷണം എന്താണ് എന്നറിയുകയും അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അല്ല നമ്മളെ ബുദ്ധിക്ക് തോന്നിയ ഒരു ചിന്താരീതിയുടെ പിന്നാലെ പോലെ വേണ്ടത്. ശരിക്കും സത്യം പറഞ്ഞാല് അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ വ്യാഖ്യാനമായി പറഞ്ഞത് തന്നെ എടുത്താൽ തന്നെ നമുക്ക് മതിയാവും. എന്തറിയും? ഇൻഷാ അല്ലാഹ് രണ്ട് ലോകത്തേക്കും വിജയിക്കാൻ ആവശ്യമാണ്. അതിൽപ്പെട്ടതാണ് അത്. വലതുപക്ഷത്തിന്റെ മാത്രം എടുത്തൊക്കെ നിങ്ങൾ എന്താ അല്ലാഹു തആല പറഞ്ഞു? വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷക്കാർ എന്താണ് വലതുപക്ഷക്കാരുടെ അവസ്ഥ? എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറയാണ്, ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്തൊരു ഇലന്തമരം, അഥവാ സ്വർഗത്തിൽ മുള്ളുകൾ മുറിച്ചു നീക്കപ്പെട്ട, അതിനടുക്ക് സമീപിക്കുന്ന ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാത്ത ഇലന്തമരം എവിടെ? സ്വർഗത്തിൽ അയാൾക്കുണ്ട്. പിന്നെ പറയണത് വതൽഹിം മംദൂദ് വദുല്ലിം മംദൂദ് വമാഇം مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة. അടുക്കടുക്കായി കുലകളുള്ള വാഴ എവിടെ? ദുനിയാവിലല്ല, സ്വർഗത്തിൽ. പിന്നെയോ വിശാലമായ തണലിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ തണൽ. ദുനിയാവിൽ ശക്തമായി ഒരു കുതിരപ്പുറത്തൊരാൾ 100 ദിവസം അല്ലെങ്കിൽ അതിലപ്പുറം യാത്ര ചെയ്താൽ പോലും മുറിച്ചു കടക്കാനാകാത്തത്ര വിശാലമായ തണൽ. വദുല്ലിം മംദൂദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അതിന്റെ ഒരു അനുഗ്രഹം എത്ര വിശാലത ഉണ്ടാവും ഇതിന്. വമാഇം മസ്കൂബ്, സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം, എപ്പോഴും അത് ഇരിക്കുന്നിടത്തേക്ക് കരകയറി വരുന്നതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് വരുന്ന, നാട്ടിലെ ഏതും നമ്മൾ അവിടേക്ക് ഇറങ്ങിപ്പോണം, എന്നാൽ ഇത് ഇരിക്കുന്നിടത്തേക്ക് വരും. ഇനിയോ വഫാകിഹത്തിൻ കസീറ, അള്ളാഹ് ഇന്നത് എന്ന് പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു ഇനം പറഞ്ഞില്ല, പകരം ധാരാളക്കണക്കിന് പഴവർഗ്ഗങ്ങൾ, വ്യത്യസ്ത ഇനങ്ങളിലും വർണ്ണങ്ങളിലും രുചിയിലും നിറത്തിലും മണത്തിലുമുള്ളത്. അല്ലാഹു അക്ബർ. എവിടെ? സ്വർഗത്തിന്റെ വിശാലത. എന്നിട്ട് റബ്ബ് പറഞ്ഞു ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. എങ്ങനത്തതാണത്? നിലച്ചു പോകാത്തതും തടസ്സപ്പെട്ടു പോകാത്തതുമായ, എന്നെന്നും ലഭിക്കുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ പ്രിയമുള്ളവരെ? സ്വർഗത്തിലെ ഓരോ സുഖങ്ങളും ഓരോ ദിവസം കൂടി വരുന്ന. നരകത്തിലെ പ്രയാസവും അപ്രകാരം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ദുനിയാവിലെ നമ്മളെ സുഖങ്ങൾ ഓരോ ദിവസം കൂടി വരലുണ്ടോ? ഇല്ല. ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖം, ഇന്ന് രോഗമാണെങ്കിൽ നാളെ ആരോഗ്യം, ഇന്ന് പ്രയാസമാണെങ്കിൽ നാളെ ആശ്വാസം. നമ്മൾ പറയും ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. വേജാറുണ്ട്, കയറ്റത്തിനൊരു ഇറക്കുണ്ട്, ഇറക്കത്തിനൊരു കയറ്റം ഉണ്ടാവും എന്നൊക്കെ സമാധാനിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ആശ്വാസം മാത്രം, തെളിനീര് മാത്രം, നിർവൃതി മാത്രം, സൗഭാഗ്യം മാത്രം.
മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത. അല്ലാഹു അക്ബർ. ഇതാണ് പറയുമ്പോൾ ഒരു സ്വർഗത്തിൽ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. എന്നിട്ടോ വഫുറുശിൻ മർഫൂഅ, അങ്ങനെ ഉയർന്ന മെത്തകൾ, എല്ലാ സൗകര്യങ്ങളും മനുഷ്യർക്ക് പരിചയമുള്ള, മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണ കുറെ കാര്യങ്ങൾ സ്വർഗത്തിലുള്ളതുള്ള എടുത്തിങ്ങനെ പറയാം. എന്നിട്ട് റബ്ബ് പറഞ്ഞു പ്രത്യേക ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ. ആർക്കാണത്? ലി അസ്ഹാബിൽ യമീൻ. തീർച്ചയായും അവരെ, അഥവാ നേരത്തെ നമ്മൾ സാബിഖീങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഹൂറുൽ ഐൻ. ആ ഹൂറുൽ ഐങ്ങളെ, സ്വർഗത്തിലെ സ്ത്രീകളെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അവരുടെ ഭംഗി ഹദീത്തിൽ വിവരണാതീതമാണ്. അത്രയും വിശാലം. അവരുടെ നോട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവര് സ്വർഗത്തിലെ ഒരു സ്ത്രീയുടെ തട്ടത്തിന്റെ മഹത്വം. ഏത്? ദുനിയാവിലെ പെണ്ണിന്റെ തട്ടല്ല. ഏതെങ്കിലും വഴിവക്കിലോ ഓരങ്ങളിലോ ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ കോളേജിന്റെ വരാന്തയിലോ ഏതോ ഒരു അന്യ സ്ത്രീയുടെ തലയിലെ തട്ടത്തിന്റെ മഫ്തയുടെ വിലയില്ല. ഏത്? സ്വർഗത്തിലെ സ്ത്രീയുടെ തട്ടത്തിന്റെ വില പറഞ്ഞു നബി, ഖൈറുദ് ദുനിയാ വമാ ഫിഹാ. ആകാശഭൂമികൾ, ഈ ദുനിയാവും ആകാശം, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും വിശാലമാണ്, അനുഗ്രഹീതമാണ്, ഖൈറാണ്. എത്രത്തോളം അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അവര് ദുനിയാവിലേക്കൊന്നിങ്ങനെ നോക്കിയാൽ ആ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പ്രകാശം കൊണ്ട് പ്രഭ പരത്തപ്പെടുന്ന. അല്ലാഹു അക്ബർ. അത്ര അനുഗ്രഹീതനാണ്. ഒരു ഇണയെ കുറിച്ചേ പറയുന്നത്, ഒരു വിഷയത്തെക്കുറിച്ച്. നബി ഇങ്ങനെ പറഞ്ഞു, ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം. ഒരു ചാട്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല എത്ര ഉണ്ടാവുള്ളൂ. മാക്സിമം പോയ നല്ല തടിയുടെ ഒരു വിരലിന്റെ വലിപ്പുണ്ടാവും അല്ലെ, എത്രയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്ക് സ്റ്റാൻഡിന്റെ വലിപ്പുണ്ടാവും. ഈ ഒരു ചാട്ടയുടെ ഈ വെക്കാനുള്ള ഒരു സ്ഥലം, ആ സ്ഥലം ഖൈറുദ് ദുനിയാ വമാ ഫിഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഉത്തമമാണ്. ഇത് സ്വർഗത്തിലെ ഒരു ചെറിയ സ്ഥലത്തിന് പോലും, ചെറിയ പ്ലേസ് പോലെ. എത്ര അനുഗ്രഹീതമാണ്. എന്നിട്ട് ആ പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവരെ നാം കന്യകമാരാക്കിയിരിക്കുന്നു. കന്യകമാർ. എന്തിനാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ ഹൂർലിങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഭാവിയിൽ കുറെ ഈശ്വരവിശ്വാസികളല്ലാത്ത കുറെ മാനസിക രോഗികൾ കടന്നു വരുമെന്നും എന്നിട്ട് അവർ ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്നു, അങ്ങനെ പറയാനാണ്. നമ്മുടെ ചില ആൾക്കാർ വിചാരിച്ചിരിക്കണത് അങ്ങനെ ചില ആളുകൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ആലോചിച്ചുണ്ടാക്കിയിട്ട് കെട്ടിക്കൂട്ടി സാങ്കല്പിക ലോകത്തുനിന്ന് മറുപടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. അബദ്ധാണത്. ഞാനതാ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത്, ഇത് ദീനാണ്, ഇതാണ് ഇസ്ലാം, ഇത് പരലോക വിശ്വാസമാണ്, സ്വർഗവിശ്വാസമാണ്, സ്വർഗത്തിലുള്ളതാണ്. ഇതൊക്കെ അംഗീകരിക്കാൻ നമുക്കൊരു പ്രയാസമുള്ള കാരണം എന്താ? ഇതിലും ഏറ്റവും വലുത് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചത്. പിന്നെയാണപ്പത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത്, ഇതൊക്കെ പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ്, ഈമാൻ കാര്യത്തിൽ ആറണത്തിൽപ്പെട്ടതാണ്. പരലോക വിശ്വാസം അതില്ലേ, ഓൻ്റെത് പൊളിഞ്ഞു, ഇത് പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം നമ്മൾ ആൾക്ക്. അല്ലാതെ ആളുകളുടെ മുന്നിൽ വിജയിക്കുക, ആളുകൾക്ക് മുന്നിൽ എന്താ പറയാ, അവർക്ക് ദീനിനങ്ങൾ അവരുടെ തലയിലേക്ക് കയറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാങ്കല്പിക ലോകത്തേക്ക് കടന്നുപോകേണ്ട ആവശ്യമില്ല. ഇത് ഇന്നതാണ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റും, വേണം വിശ്വസിച്ചാൽ മതി. ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും. നിനക്ക് നിന്റെ കർമ്മം, എനിക്ക് എന്റെ കർമ്മം. ലാ നബ്തഗിൽ ജാഹിൽ. വിഡ്ഢികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, തുറന്നു പറയാം. അതുകൊണ്ട് അവരെ കന്യകമാരാണ്. മാത്രമല്ല സ്നേഹവതികളാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മുടെ സ്ത്രീകൾക്ക് ശരിക്കും പഠിക്കാൻ ഒരുപാട് പാടുണ്ട്. സ്വർഗത്തിലെ സ്ത്രീകൾ, അത് സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച ഹൂർലീങ്ങളാണെങ്കിലും ഈ ദുനിയാവിൽ മുഅ്മിനീങ്ങളുടെ ഭാര്യമാരായി മരണപ്പെട്ടുപോയ മുഅ്മിനാത്തുകളായ സഹോദരി സഹോദരന്മാർ, പെൺമക്കൾ, ഉമ്മമാർ, അമ്മായിമാർ, ആരായിരുന്നാലും ശരി, അവർക്കൊക്കെ അള്ളാഹു നൽകുന്ന ഒരു പൊതുവായ കാര്യം സ്നേഹമുണ്ടാകും. മാത്രമല്ല സമപ്രായക്കാരായിരിക്കും. സ്വർഗത്തിലെ പുരുഷന്റെയും പെണ്ണിന്റെയും പ്രായം ഒരുപോലെ ഇരിക്കും. എത്ര വയസ്സറിയോ? ഹദീസിൽ കാണാം 33 അല്ലെങ്കിൽ 34. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാൻ സ്വർഗത്ത് പോലെന്നാ. നബി പറഞ്ഞു, കിഴവികൾ സ്വർഗത്ത് പോല. സ്ത്രീക്ക് ഭയങ്കര സങ്കടമായി. അവര് സങ്കടം ഒതുക്കാനാകാതെ വിതുമ്പിയിട്ട് തിരിഞ്ഞു പോണ നേരത്തെ നബി പറഞ്ഞു, വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, അവരോട് പറഞ്ഞേക്ക് കിഴവിയായിക്കൊണ്ട് നിങ്ങളിൽ ഒരാളും സ്വർഗത്ത് പോകൂല. കാരണം എന്താ? സ്വർഗത്തിലെ പ്രായത്തിലെ 33 അല്ലെങ്കിൽ 34. ഇത് ഇസ്ലാമാണ്, ഇതാണ് ഇസ്ലാം. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ആർക്ക് വേണമെങ്കിൽ, അവനവര് വേണമെങ്കിൽ. പ്രിയമുള്ളവർ, തുറന്നു പറയണം നമ്മള്, അതാണ് ശരി. അതുകൊണ്ട് സ്നേഹവതികളും സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു. ആർക്കുള്ളതാണ് ഇതൊക്കെ?
അവിടെ ഏറ്റവും രസം അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാർക്ക് വേണ്ടി അത്ര. ഒന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നെങ്കിൽ നമ്മൾ സാബിഖീൻ ഉൾപ്പെടണം, അല്ലെങ്കിലോ വലതുപക്ഷക്കാർ ഉൾപ്പെടണം, ഇല്ലെങ്കിൽ മഹാനഷ്ടമാണ്. അതാണ് അല്ലാഹു തആല വലതുപക്ഷക്കാരെ കുറിച്ച് പറഞ്ഞത് എന്തറിയോ? വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. എന്നാൽ അവൻ മരിക്കുന്നവൻ, ആ വ്യക്തി വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവർക്ക് ലഭിക്കുന്ന അഭിവാദ്യം. കാരണം എന്താ, മരണത്തോടു കൂടി തന്നെ വലതുപക്ഷക്കാർക്ക് സമാധാനമാണെന്ന് അല്ലാഹു പറഞ്ഞു. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 32-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂൻ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അതായത് നല്ലവരായിരിക്കെ മലായികത്തുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അവരോട് മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. എപ്പോ? മരിക്കുന്ന നേരത്ത് തന്നെ ആശംസ അറിയിക്കുക. ഇത് നമ്മൾ മുമ്പ് ഖുതുബയിൽ പറഞ്ഞ കാര്യമാണ്. ഇതാണ് വലതുപക്ഷക്കാർക്ക് കിട്ടുന്ന വലിയ ഒരു ആശ്വാസം. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം, അവരുടെ ഷർറ്, അതൊരു ഷർറ് ആണ്, ശരിക്കും അതൊരു വലിയ പ്രയാസമാണ്, അതൊരു ആപത്താണ്. അല്ലാഹു തആല അതിൽ നമ്മൾ കാക്കുമാറാവട്ടെ. അതാരാണ്? നിർഭാഗ്യവാന്മാരായ, ശഖാവത്തിന്റെ അഹലുകാരായ, ശഖീ എന്ന് പറയാവുന്ന ഇടതുപക്ഷക്കാർ. അതാണ് റബ്ബ് പറഞ്ഞത്, വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. മറ്റൊരു വിഭാഗം അല്ലാഹു പറഞ്ഞത് ഇടതുപക്ഷക്കാർ. ശരിക്ക് എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്ന് അല്ലാഹു തആല ചോദിക്കാം. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായപ്പോ ദുനിയാവത്തതും ഇങ്ങനെ വരും. അവിശ്വാസവും ദുഷ്കർമ്മവും മൂലം അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ശിക്ഷക്കും അർഹരായവരാണ് അവർ. കുഫ്ർ അവരിൽ വെളിപ്പെടുന്ന, കുഫ്റിലും ശിർക്കിലും ഹറാമിലും ജീവിക്കുന്നവരാണ് അവർക്ക് ലഭിക്കാനുള്ള നരകാണെന്ന് ഈ ആയത്തിനൊക്കെ വിരിക്കുന്നിടത്ത് മഹാന്മാരായ ഇമാമിങ്ങൾപ്പെട്ട സുദ്ദി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അന്ന അസ്ഹാബൽ മൈമന അഹ്ലുൽ ജന്ന, വലതുപക്ഷക്കാർ അവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്. വ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ അഹ്ലുന്നാർ, അവർ നരകത്തിന്റെ അഹ്ലുകാരാണ്. ഖാലഹു അസുദ്ദി റഹിമഹുല്ലാ. അല്ലാഹു തആല നമ്മളെ കൂട്ടുകാക്കുമാറാവട്ടെ. നമ്മുടെ സ്വഭാവങ്ങൾ എന്താണ്? ഇടതുപക്ഷക്കാരുടെ സ്വഭാവങ്ങൾ എന്താണ്? ഇടതുപക്ഷക്കാരുടെ സ്വഭാവത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു 69-ാം അധ്യായം സൂറത്തുൽ ഹാഖ, അതിന്റെ 33-34 ആയത്ത്. അവിടെ എന്താ റബ്ബ് എന്നറിയോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. നേരത്തെ വലതുപക്ഷക്കാർക്ക് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. തീർച്ചയായും അവർ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. അവര് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്ത ഒരു വിഭാഗമാണ്. മിസ്കീനിന്, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല എന്നാണ് ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അതിന്റെ മലയാളം മാത്രം ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, സന്തോഷത്തിന്റെ അടിസ്ഥാനവും അതുപോലെ അതിന്റെ കാമ്പ്, സത്തയും രണ്ട് കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന സന്തോഷത്തിന്റെ അടിസ്ഥാനവും അതുപോലെ അതിന്റെ അസലും കാമ്പും രണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിലുള്ള ഇഖ്ലാസ്, ആത്മാർത്ഥത. നമ്മൾ മലയാളത്തിൽ പറയണ അള്ളാഹ്ക്ക് തനിച്ചാക്കിയുള്ള ഇബാദത്ത്. ഈ ഇഖ്ലാസിന്റെ ഉത്ഭവം എവിടുന്നാണ്? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്, തൗഹീദിൽ നിന്നാണ്. അതുകൊണ്ട് തൗഹീദിന്റെ അഖ്സാമുകൾ പറയുന്നിടത്ത് ഇഖ്ലാസ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? സൃഷ്ടികളോട് കാണിക്കുന്ന കാരുണ്യം, ദയ. അതിൽ ഏറ്റവും വലുതെന്തറിയോ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ദരിദ്രരായ ആളുകൾക്ക് സ്വയം നിലനിൽക്കാൻ ആവശ്യമായത് നൽകി അവരുടെ ആവശ്യത്തെ പരിഹരിക്കുക എന്നതാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത എന്തറിയോ? ഈ ആളുകൾക്ക് ആത്മാർത്ഥതല്ല, അഥവാ തൗഹീദിൽ അധിഷ്ഠിതമായ ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസ് എന്നതിന് തൗഹീദിനെ നേരെ പകരമായി പറയാറുണ്ട്. ഇഖ്ലാസ് ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യരോട് കാരുണ്യോ ദയോ അതും അവർക്കില്ല. മനുഷ്യരോട് കാരുണ്യമോ ദയോ ഇല്ലെന്ന് അവരെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞെന്നറിയോ? സൂറത്ത് വാഖിയയുടെ 45 മുതൽ 47 വരെ, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ
وكانوا يصرون على الحنث العظيم. നിശ്ചയമായും അവർ അസ്ഹാബുൽ മശ്അമ, അവർ അതിനു മുമ്പ് സുഖലോലുപരായിരുന്നു. ദുനിയാവിൽ അവർ ജീവിക്കുന്നത് സുഖത്തിലാണ്. സുഖലോലുപർ എന്ന് പറഞ്ഞാൽ ശഹ്വത്തിന്റെ ഹവയുടെ അഹലുകാരായി ഈ ദുനിയാവിൽ ജീവിച്ചവരാണ്. വകാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം, അവർ ഗുരുതരമായ പാപത്തിൽ ശഠിച്ചു നിൽക്കുമായിരുന്നു. ശിർക്ക്, കുഫ്ർ, അതുപോലെ തുടങ്ങി വൻപാപങ്ങൾ, മറ്റു മഅസിയത്തുകൾ, അള്ളാഹു വിരോധിച്ചതിലെല്ലാം അവരങ്ങനെ ഉറച്ചു നിൽക്കും. ഒരു തൗബയോ ഖേദമോ ഇസ്തിഗ്ഫാറോ ഒന്നും അവർക്കുണ്ടാകില്ല. എത്രത്തോളം വഖാനു, അവര് പ്രകാരമായിരുന്നു. യഖൂലൂന, അവരിങ്ങനെ പറയും, എന്ത്, ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസുൻ അവആബാഉനൽ അവ്വലൂൻ. അവര് പറയും ചെയ്യും, ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തിട്ടാണോ, ആയിത്തീരുകയും ചെയ്തിട്ടാണോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? ഞങ്ങളുടെ പൂർവ്വപിതാക്കളും. ചില ആയത്തിൽ കാണാം കാണാം. അവർ ഈ പറയുന്ന കാര്യമൊക്കെ എത്ര വിദൂരം. പരിഹസിക്കാണ്, പുനരുത്ഥാനത്തെ പരിഹസിക്കുക, പരലോകത്തെ കളവാക്ക, മഹ്ശറയെ കളവാക്ക, മനുഷ്യൻ വീണ്ടും അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതിനെ കളവാക്കുക. ഇത് ശരിക്ക് ഇടതുപക്ഷത്തിന്റെ സിഫത്താണ് ദുനിയാവിലും ആഖിറത്തിലും. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചീത്ത സ്വഭാവത്തിൽ നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസ് സആദത്തിന്റെ വിശ്വാസികളുടെ ഗുണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൊഫിൽ ധാരാളം വിടവുകളുണ്ട്. ആ പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നുകൂടി സൊഫിലേക്ക് കയറിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആയത്തിൽ, അഥവാ സൂറത്തുൽ വാഖിയയുടെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകൾ, ഞാനീ പറയണത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതല്ല, ഏതെങ്കിലും ആളുകളുടെ കാലകീലകളല്ല, നസ്സുകളിൽ അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് വാഖിയ 56 അധ്യായത്തിൽ 45 മുതൽ 47 ഉള്ള ആയത്ത്. നമുക്കൊക്കെ ഒരു പ്രശ്നമാണെന്ന് അറിയാം. ഞാൻ നമ്മളുദ്ദേശിച്ച് പറഞ്ഞല്ല, പൊതുവെ മനുഷ്യർക്ക് ഒരു പ്രശ്നം. ആയത്തിലുള്ളതും ഹദീസിലുള്ളതും അത് സ്വഹാബത്തിന്റെയും സാബികളുടെയും തബൂത്താബികളുടെയും അഖ്വാലുകൾ അനുസരിച്ച്, അവരുടെ ഫഹം അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയുമ്പോൾ അതൊരു പിന്തിരിപ്പിനും ഈ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തു പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒക്കെ പുരോഗനാത്മകവും എന്നൊരു ചിന്താഗതി ചിലപ്പോൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉണ്ടെന്നല്ല, നിങ്ങൾ ചിന്തിച്ചിരിക്കട്ടെ. അതുകൊണ്ടാണ് എന്താ നിങ്ങള് ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഈ പറയണത് ഇപ്പൊ ഏത് ലോകത്തെക്കുറിച്ചാണ്? പരലോകത്തെക്കുറിച്ചാണ്. നമ്മുടെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണ് പരലോക വിശ്വാസം. ഈ പറയണതിൽ ഒന്നാരാ? സ്വർഗ്ഗക്കാരാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം സുഖത്തിന്റേതാണ്, അതാണ് സ്വർഗത്തിൽ. പിന്നെ പറയണ ആരെക്കുറിച്ചാ? നരകത്തിന്റെ അഹലുകാരെ കുറിച്ചാ. ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും നരക ജീവിതം ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിക്കണവരാ നമ്മള്. പക്ഷെ എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊരു ആശയും, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊരു ഭയവും നമ്മുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും വഹന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് വഹന്? ദുനിയാവിനോടുള്ള താല്പര്യവും മരിക്കാനുള്ള പേടിയും. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമ്മളാക്കട്ടെ. നമുക്ക് ഒന്നും ഈ ആയത്തിനും ഹദീസിനും മറുമരുന്നായി വേറെ ഒരു മരുന്നുമില്ല, ഒരു ലാടവൈദ്യവും ഇല്ല. വല്ലാഹി ഞങ്ങളോട് പറയട്ടെ. അതല്ല ഇബ്നുൽ ഖയ്യിം ഒക്കെ പലപ്പോഴും പറയലുണ്ട്, മനുഷ്യന്റെ ഖൽബിനും അവന്റെ ജീവിതത്തിനും മരുന്ന് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നമ്മൾ അതിലേക്ക് വരിക എന്നുള്ളതാണ് പരിഹാരം. ഞാൻ നിങ്ങളോട് എന്തിനാ പറഞ്ഞാല് വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കാനാണ്. ഇവിടെ ഈ ആയത്തിൽ എന്താ പറയുക, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, അവരതിനു മുമ്പ് ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീനാണ്. ഇത് ആരെ കുറിച്ചാണ് പറയണത്? ദുനിയാവിൽ നമ്മളെപ്പോലെ ജീവിച്ച ഒരു കൂട്ടരെ കുറിച്ചാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ദുനിയാവിൽ ജീവിക്കണം പോലെ തന്നെ ഓല് ദുനിയാവിൽ ജീവിച്ചത്. അതായത് ഖദ് അൽഹജുഹും ദുനിയാഹും, ഇഹലോക ജീവിതം അവരശ്രദ്ധരാക്കി. വഅമിലൂ ലഹാ, അവര് ദുനിയാവിന് വേണ്ടി പ്രവർത്തിച്ചു. വതനഅമൂ വതമത്തഉ ബിഹാ, അതിൽ സുഖിച്ചും ആസ്വദിച്ചും അവർ കഴിച്ചുകൂട്ടി. ഫഅൽഹാഹുമുൽ അമലു അൻ ഇഹ്സാനിൽ അമൽ, കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ നല്ലതാക്കാനുള്ള താല്പര്യം അവർക്കില്ലാതായി. ഫഹാദാ ഹുവ തറഫു അല്ലദീ ദമ്മഹുമുല്ലാഹു അലൈഹി,
ഈ സുഖലോലുപതയാണ് അല്ലാഹു തആല ഈ ആയത്തിൽ ആക്ഷേപിച്ചിട്ടുള്ളത് എന്ന് അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹ് പറയാണ്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫി. നമ്മളെപ്പോലെ തന്നെയാണ് കുപ്പായും ഷർട്ടും പാന്റും തുണിയൊക്കെ എടുത്ത ആൾക്കാർ. നമ്മളെപ്പോലെ തന്നെ ദുനിയാവിൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊക്കെ ആൾക്കാരാണ്. കുറച്ചും കൂടി വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പല കോലത്തിൽ തന്നെയാണ്. പക്ഷെ രണ്ടു കൂട്ടം ലക്ഷ്യം രണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്താ? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഓ ലക്ഷ്യം എന്താ? ദുനിയാവ് 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 ദുനിയാവ്. വ്യത്യാസമുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ടോ വകാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം. അവർ ഗുരുതരമായ പാപത്തിൽ ഷടിച്ചു നിൽക്കുമായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇമാം ബഗവിയും ഇബ്നു കസീർ ഒക്കെ കൊടുക്കുന്നത് ശിർക്ക്, കുഫ്ർ, കള്ളസാക്ഷ്യം, അതുപോലെ മഹാപാപങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നു. ഐ വകാനു യഫ്അലൂന ദുനൂബൽ കിബാറ വലാ യതൂബൂന മിൻഹാ. ഇമാം സഅദി പറയാണ് അവര് വൻ പാപങ്ങൾ, മഹാപാപങ്ങൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുഫറിലും ഷിർക്കിലും ബിദ്അത്തുകളിലും ഹറാമിലും അവർ ജീവിച്ചു. ഒരിക്കലും അതിലവർ ഖേദിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തില്ല. ഞാനും നിങ്ങളും ഈ പറഞ്ഞ വിഭാഗവും തമ്മിലുള്ള അനേകം വ്യത്യാസങ്ങൾ, അനേകം വ്യത്യാസങ്ങൾ എന്താ? നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, തിന്മ വന്നാലും വന്നില്ലെങ്കിൽ തൗബ ചെയ്യുന്നു. എന്നാൽ ഇവര് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ തൗബയോ ഖേദപ്രകടനമോ ഇസ്തിഗ്ഫാറോ ഒന്നും അവർക്കില്ല എന്നുള്ള. ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ഇതിങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു ആർക്കോ പോയി എന്നുള്ളതല്ലാതാ, ഇത് നമ്മളിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളിതിൽ ഏതാന്നുള്ളതാണ്. വലാ യന്തമൂന അലൈഹാ ബൽ യുസിറൂന അലാ മാ യസ്ഖതു മൗലാഹും ഫഖദ്ദമു അലൈഹി ബിഔസാരിൻ കസീറതി ഗൈരി മഗ്ഫൂറ. ഇമാം സഅദി പറയാണ് തങ്ങളുടെ റബ്ബിനെ കോപിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു. അള്ളാഹിനെ കോപിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് 2 വട്ടം പറയും ഗൈരിൽ മഗ്ദൂബി അലൈഹിം. 2 വട്ടം പറയും. സാധാരണ 4 തവണ പറയുന്നുണ്ട്. സുന്നത്തിന് വേറെയും പറയും. 5 വക്തിൽ 17 തവണ നിർബന്ധമായിട്ട് നമ്മൾ പറയും ഗൈരിൽ മഗ്ദൂബി അലൈഹിം. എന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ അവരോടൊപ്പമാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ ജീവിത നിലവാരം അവർക്കനുസരിച്ചാണെങ്കിൽ, എന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താരീതികളും പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ വിഭാഗത്തിനോടൊപ്പമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം എങ്ങനെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിക്കുക. എങ്ങനെ വളരെ പ്രയാസം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്കെച്ചാൽ പൊറുക്കപ്പെടാത്ത ഒട്ടനവധി പാപങ്ങൾ അവർ അള്ളാഹിനോട് ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊക്കെ അവർ പ്രവർത്തിച്ചു. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തവർ. ശരിക്കും നിങ്ങൾ ആലോചിക്കും, ഈ 2025 തീരാഞ്ഞ് കുറച്ച് ദിവസമുള്ളൂ. നമ്മുടെ ഭൗതിക ഭാഷയിൽ ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ചല്ല, ഈ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് അല്ലെ, കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഈ കുറച്ചു ദിവസം കൂടി ഉള്ളൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആലോചിക്കും, 2 സമൂഹത്തെ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്. ഒന്ന് വിശ്വാസികളായ സമൂഹം, മറ്റൊന്ന് അതിനോടൊന്നും വലിയൊരു താല്പര്യമില്ലെന്ന മുഴുവനാണ് പുറത്തു പോകാത്തൊരു സമൂഹം. മൂന്നാമത്തൊന്ന് പൂർണ്ണമായും ഇതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു സമൂഹം. നമ്മൾ ശരിക്കും ഇങ്ങനെ പരിശോധിക്കണം നമ്മളിത് എവിടെയെന്ന്. ഞാൻ പച്ചയായിട്ട് പറയണം, നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നും തെറ്റിദ്ധരിക്കണം. പച്ചയായിട്ട് പറയാം നമ്മളിതിൽ എവിടെ ശരിക്കും പരിശോധിക്കണം. വകാനൂ, എന്നിട്ട് അദ്ദേഹം പറയും യുൻകിറൂനൽ ബഅസ ഫയഖൂലുന ഇസ്തിബ്ആദൻ ലിവഖൂഇഹി അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസുന അവ ആബാഉന അവ്വലുൻ. എന്നിട്ട് ഇമാം സഅദി ആയത്ത് കൂടി പറയാണ് ഉയർത്തെഴുന്നേൽപ്പിനെ അവർ നിഷേധിച്ചു. ഈ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുന്ന എത്രങ്ങാനും ആൾക്കാർ നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ട്. മുസ്ലിം നാമമുള്ളവരും മുസ്ലിം നാമല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. അതിന്റെ സംഭവ്യതയെ, അത് സംഭവിക്കുന്നതിന് വിദൂരമായിക്കൊണ്ട് അവർ പറയും. അവരിപ്രകാരം പറയുന്നത് ഞങ്ങൾ മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി പോയിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അതായത് കബറിലവിടെ ലയിച്ചുപോയി, മണ്ണിലൂടെ അലിഞ്ഞുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ ചാരമാക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി ആകാശത്ത് പൊടിപടലങ്ങൾ കാറ്റിൽ പറത്തി കളഞ്ഞു, എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. മാത്രമല്ല കാലങ്ങളായി മരിച്ചുപോയി ഞങ്ങളെ പൗർവപിതാക്കളും പരിഹസിക്കാൻ. അതായത് കൈഫ നബഅസു ബഅദ മൗതിനാ വഖദ് ബുലിനാ ഫകുന്നാ തുറാബൻ വഇളാമൻ ഹാദാ മിനൽ മുഹാൽ. ഇമാം സഅദി ചോദിക്കണത് എങ്ങനെയാണ് മരണശേഷം ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? ഞങ്ങൾ നുരുമ്പി മണ്ണും അസ്ഥിയും ആയി കഴിഞ്ഞ ശേഷം ഇത് അസംഭവ്യമാണ്, നടക്കൂലെന്ന്. എന്ത് ഭ്രാന്ത ഈ പറയണത്? നമ്മുടെ നാടൻ വർത്താനം പറഞ്ഞാൽ എന്ത് ഈ പറയണത്? ഇതൊക്കെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് യോജിക്കാൻ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതിനൊക്കെ മറുപടി ഉണ്ട്. സുബ്ഹാനക അലീം. വിശ്വാസികളായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ല അണ്ണാക്ക് കൊള്ളുന്ന മറുപടിയാണ്. അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിന്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവരവിശ്വസിക്കുമായിരുന്നു. ആയത്തിൽ അവിശ്വസിക്കും. റബ്ബ് പറഞ്ഞെന്നറിയോ? വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ അലൈഹിം നാറും
മുഅ്സദ. എല്ലാവർക്കും ഹിഫ്ളുള്ളായതാണ്. സൂറത്ത് ബലദില് 19-20. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാരോ അവരത്ര ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് വല്ലദീന കഫറു ബി ആയത്തിന യഅനി ബിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നിഷേധിക്കുക. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവർ തന്നെയാകുന്നു ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. അവർ തന്നെയാകുന്നു ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. മുടിയേഴായി ചീന്തിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് എന്ന് പച്ചക്ക് പരിഹസിക്കുന്നത് ഈ കുഫറാണ്. ഇസ്ലാമിക ശിആറുകൾ പരസ്യമായി പരിഹസിക്കുന്നത് ഈ കുഫറാണ്. ഇസ്ലാമിക സമൂഹത്തെ പേർത്തും ഒറ്റപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ ഈ കുഫറിന്റെ ഭാഗമാണ്. അലൈഹിം നാറും മുഅ്സദ, അടച്ചുപൂട്ടപ്പെട്ട നരകാഗ്നി അവരുടെ മേലുണ്ടായിരിക്കും, അതിലവർ ശിക്ഷ അനുഭവിക്കുന്നതാണ്. ഇതാണ് അസ്ഹാബുൽ മശ്അമയെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഅസ്ഹാബുശ് ശിമാൽ മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീൻ വളില്ലിൻ മിൻ യഹ്മൂം വലാ ബാരിദിൻ വലാ കരീം. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥം ഇടതുകൈകളിൽ ലഭിക്കുന്ന ഇടതുപക്ഷക്കാർ, ഒരു കൂട്ടർക്ക് മുന്നിൽ വലതുവശത്ത്, മറ്റൊരു കൂട്ടർക്ക് ഇടതുവശത്ത്, അത് പുറകിലൂടെ. എത്ര മോശമാണ് അവരുടെ പര്യവസാനം. തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിലും ചുട്ടുതിളക്കുന്ന വെള്ളത്തിലുമായിരിക്കും അവർ. കറുത്തിരുണ്ട പുകയുടെ തണലായിരിക്കും അവർ. നല്ല സുഖമുള്ള കാറ്റോ കാണാൻ ഭംഗിയുള്ളതോ അല്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് വാഖിയയുടെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളുടെ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ വന്ന ഒരുപാട് ആയത്തുകൾ വേറെയും കാണാൻ സാധിക്കും. ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് അവരെത്താനുണ്ടായ കാര്യം, അവരവരുടെ ജീവിതത്തിൽ ദുനിയാവിൽ അവർ പരലോകത്ത് മുന്നിൽ കണ്ട് ജീവിച്ചില്ല, ഈമാൻ ക്രമീകരിച്ചില്ല, സൽക്കർമ്മങ്ങളൊന്നും അവർ പ്രവർത്തിച്ചില്ല, കുഫറിലും ശിർക്കിലും ബിദ്അത്തിലും മാസിയത്തിലുമായി അവർ മുന്നോട്ട് പോയി എന്നതാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അത്തരമൊരു ദുരന്തം നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഖുർആനിലൂടെ പറഞ്ഞിരുന്നു ചോദിച്ചാൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും എത്താതിരിക്കാനാണ്. നോക്കി നിങ്ങൾ, റബ്ബ് എത്ര ഹൃദ്യമായിട്ട് പറഞ്ഞത്. ഒരു വിഭാഗം രക്ഷപ്പെട്ടവർ, മറ്റൊരു വിഭാഗവും രക്ഷപ്പെട്ടവർ, മൂന്നാമതൊരു വിഭാഗം ശിക്ഷിക്കപ്പെടുന്നവർ. ഈ 3 വിഭാഗത്തിന്റെയും വിശേഷണങ്ങൾ അല്ലാഹു തആല ഖുർആനിലൂടെയും വ്യാഖ്യാനമായി തിരുസുന്നത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. നമ്മൾ ചെയ്യേണ്ട ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് മെനക്കെട്ട് ഒഴിഞ്ഞിരുന്ന് രക്ഷപ്പെട്ട വിഭാഗത്തിന്റെ വഴി ഏതാണ് എന്ന് നോക്കുക. കാരണം രക്ഷപ്പെടാനുള്ള വഴി ഏതാണ് അന്വേഷിച്ചാണ് ഇന്നലൊക്കെ നമ്മൾ പോളിംഗ് ബൂത്ത് നിന്ന് ഇറങ്ങിപ്പോന്നത്. ശരിക്ക് അതിവിടെ അവസാനിക്കും. യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ളത് എവിടെയെന്നുള്ളത് ശരിക്കും ആലോചിച്ചാലാണ് നമുക്ക് മനസ്സിലാകുക. അതെവിടെയാണ്? അത് സാബിഖുനും മൈമനയുമാണ്. അല്ലാഹു തആല നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മശ്അമയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ, അവരുടെ സ്വഭാവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.